സോ വെൽക്കം ടു മാത്വി ലേണിംഗ്. ഒരു ഹാപ്പി ന്യൂസ് കൂടി പറയാണ്. ലൈക്ക് PSC കോച്ചിങ്ങിൽ വളരെയധികം മുമ്പിട്ട് നിൽക്കുന്ന മാത്വി ലേണിംഗ് വി ആർ ഓൾസോ ഇൻട്രൊഡ്യൂസിങ് ന്യൂ ഇന്നോവേഷൻ അല്ലെങ്കിൽ പുതിയ ഒരു സ്റ്റെപ്പ് അഹെഡ് നമ്മൾ എടുക്കുകയാണ്. UGC നെറ്റ് JRF കോച്ചിങ് കൂടി നമ്മൾ ഈ ഒരു ഡിസംബർ സെഷൻ ഓറിയന്റഡ് ആയിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷപൂർവ്വം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് ഡിഫറെൻറ്റ് ഫ്രം ഓൾ അതർ കോച്ചിങ് സെന്റേഴ്സ് ഓർ ഓൾ അതർ കോച്ചിങ്സ്, ഇത് കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ കുറച്ചും കൂടി പാറ്റേൺ അനാലിസിസിലൂടെ ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി സിലബസുമായിട്ട് പരിചയപ്പെടുന്നതും അതുപോലെ തന്നെ കോണ്ടന്റ് അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. സോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും ഈ ഒരു കോഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആൻ ഓൺലൈൻ കോഴ്സ്. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ആക്സസബിൾ ആയിട്ടുള്ള രീതിയിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവെയിൽ ചെയ്യാൻ പറ്റും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിലും ഓർ ഇഫ് യു ആർ ബിസി മോംസ്, നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഒരു ഈവനിങ് ടൈം കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഇരിക്കുന്ന 7:30 to 8:30 അല്ലെങ്കിൽ 8:30 to 9:30 ആ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത് എന്നുള്ളതാണ്. ലൈക്ക് ഇഫ് എനി ഓഫ് ദ ഡേയ്സ് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മേജർലി നമുക്കറിയാം നമ്മുടെ പേപ്പർ 1 10 ഏരിയാസ് ആണ് വരുന്നത്. പക്ഷെ ഈ 10 ഏരിയാസും ഭയങ്കരമായിട്ട് നമ്മൾ ഇരുന്ന് പഠിച്ചാൽ മാത്രമാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെയധികം ഒരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. ബിക്കോസ് നമ്മൾ കൃത്യമായിട്ട് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ലൈക്ക് ഓരോ ഏരിയയൊന്നും ഏതൊക്കെ ഏരിയാസ് എന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ് ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ കുറേ മാസങ്ങൾ ഇരുന്ന് എല്ലാ ടോപ്പിക്സും ബൈഹാർട്ടായി അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുന്നു, വാട്ട് എവർ ഇറ്റ് ഇസ്, അതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് വളരെ ടാക്ടിക്കലായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബേസിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ മാത്വി ലേണിംഗും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുന്ന ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് PYQ അനാലിസിസിലൂടെ ആയിരിക്കും ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ദ ഹോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നതിലപ്പുറത്തേക്ക് വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു എന്താണ് UGC നെറ്റ് JRF എക്സാമിൽ കൂടുതലായിട്ടും വരുന്ന എക്സാം ആ ഒരു പാറ്റേണിൽ വരുന്ന കൂടുതൽ ചോദ്യങ്ങൾ ഏത് സൈഡിൽ നിന്നാണ് വരുന്നത്, അത് ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സസ് പോകുന്നുണ്ടാവുക. സോ ഒരു റിവേഴ്സ് മോഡ് ഓഫ് സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത്.